അപ്പോൾ എല്ലാവരും അഡ്മിറ്റ് കാർഡ് എപ്പോഴായിരിക്കും റിലീസ് ചെയ്യുന്നുണ്ടാവുക, അതെന്നാണ് റിലീസ് ചെയ്യുക എന്നൊക്കെ ആലോചിച്ചിട്ട് ഫുള്ള് ടെൻഷനിലായിരിക്കും എന്നുള്ള കാര്യം മിസ്സിന് അറിയാം. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് മിസ് വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മുതൽ അവസാനം വരെ കറക്റ്റായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ മിസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അഡ്മിറ്റ് കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുന്നേ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. ഓക്കെ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അഡ്മിറ്റ് കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലാണ് അതിൽ നമുക്ക് ഏത് സെൻറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ആ ഒരു സെൻറ്ററിലേക്ക് ഇനിയിപ്പോൾ ദൂരെയുള്ള സെൻറ്ററാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്തുള്ളതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതറിഞ്ഞിട്ട് വേണം അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ്ങുകൾ നമുക്ക് ചെയ്യാനായിട്ട്. അതായത് ഇപ്പോൾ ദൂരെയുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ എത്ര മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം, എങ്ങനെയാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ മിസ്സിന് അറിയാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്മിറ്റ് കാർഡ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ എക്സാമിന് ഒരു 5-6 ദിവസം മുന്നേ ആയിരിക്കും നമ്മുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ നിങ്ങൾ ടെൻഷൻ അടിച്ച്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സമയമാണിത്. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ അത്രയും പ്രിപ്പയർ ചെയ്യേണ്ട ആ ഒരു സമയം നിങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആക്കി കളയരുത്. അപ്പോൾ എപ്പോഴാണ് അഡ്മിറ്റ് കാർഡ്, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും എപ്പോഴാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്യൂരിയസ് ആയിരിക്കും ഏത് സെൻറ്റർ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അത് അറിയാനായിട്ട് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും, സൈറ്റൊക്കെ വേഗം പോയി നോക്കും, ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിക്കൊണ്ടിരിക്കില്ല. ഇപ്പോൾ പലപ്പോഴും പല വീഡിയോസിനെയും തമ്പൊക്കെ കാണുന്ന സമയത്ത്, എന്തെങ്കിലും ഇപ്പോൾ വീഡിയോസ് വരാതിരിക്കാം എന്നുള്ള രീതിക്കൊക്കെ പല തമ്പുകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ടെൻഷനാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേഗം പോയിട്ട് സൈറ്റ് പോയിട്ട് നോക്കുന്നു, അല്ലേ, നമ്മുടെ NTA സൈറ്റ് എടുക്കുന്നു, വേഗം പോയിട്ട് നമ്മൾ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടോ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ സൈറ്റ് ചിലപ്പോൾ ഹാങ് ആവാനും ഒക്കെ ഇത്തരം ചാൻസസ്, അപ്പോൾ നമുക്ക് വീണ്ടും എക്സ്ട്രാ ടെൻഷനായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നിൽക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് എഫേർട്ട് എടുത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എപ്പോഴാണോ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നത്, ആ സമയത്ത് തന്നെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് അടങ്ങുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കറക്റ്റായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പം തന്നെ ടെൻഷൻ അടിക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, റെഡി. ഇനി അടുത്തൊരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഹാൾ ടിക്കറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന സമയത്ത് അതെങ്ങനെയാണ്, എത്ര പ്രിൻ്റ് ഔട്ട് എടുക്കണം, അതെങ്ങനെ എടുക്കണം എന്നൊക്കെ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലുള്ള ഫുള്ള് പേജസ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തോളൂ. അതിൽ പ്രധാനമായിട്ടും ആദ്യത്തെ 2 പേജസ് അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പ്രിൻ്റ് ഔട്ട് എടുക്കണം. പിന്നെ അതിലെ ഫസ്റ്റത്തെ പേജ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു പേജ് ആയിരിക്കും. അതിൽ രണ്ടാമത്തെ പേജ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ആ ഫോമൊക്കെ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട. അതിൻ്റെ എല്ലാത്തിനും കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കാൻ, അതൊക്കെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ ഫുൾ ഹെൽപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ എത്ര കോപ്പി എടുക്കണം, ജസ്റ്റ് ഒരു കോപ്പി മാത്രം എടുത്താൽ മതിയോ? നമ്മൾ വെറുതെ റിസ്ക് എടുക്കണം. കാരണം നമ്മൾ എക്സാം എടുക്കുന്ന സമയത്താണ് നമ്മൾ ഈ അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമുക്ക് അഥവാ ആ ഫോമൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇനി രണ്ടാമതും നമ്മുടെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ആ സ്ഥലത്തേക്ക് വീണ്ടും പോകാൻ നിൽക്കണ്ടേ. അപ്പോൾ അതിനൊന്നും നമ്മൾ ഇരട്ടിപ്പണികളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 കോപ്പി എടുത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ 3 കോപ്പി നമ്മുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു 3 കോപ്പി നിങ്ങൾ എടുത്ത് വെക്കുക. അഥവാ നമുക്കൊരു എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് തന്നെ അഡ്മിറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ ആദ്യമാരാണോ അഡ്മിറ്റ് കാർഡ് പോയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ പ്രിവിലേജ് ഉണ്ടാവും. അല്ലെങ്കിൽ ആദ്യം തന്നെ കുറേ സ്കോർ കുറച്ചും കൂടി കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ വേഗം തന്നെ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ വേഗം തന്നെ പേപ്പർ കിട്ടും, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അഡ്മിറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ ഞാനായിരിക്കണം ഏറ്റവും ആദ്യം പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നൊന്നും ആലോചിച്ചിരിക്കുന്നു വേണ്ട. അപ്പോൾ എപ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ എക്സാമിനർ ഉൾപ്പെടെ ബാക്കി എല്ലാ യൂട്യൂബ് ചാനൽസിനും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും. മക്കളെ, ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും വീഡിയോസൊക്കെ നിങ്ങൾക്ക് അതിലൂടെ പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോസൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, വേഗം തന്നെ ഫസ്റ്റ് തന്നെ പോയിട്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എന്നിട്ട് നമുക്ക് കിട്ടൂല, കാരണം എല്ലാവരും ഒരേ സമയത്തല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും സൈറ്റ് ഹാങ് ആവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരും. അപ്പോൾ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചു, അയ്യോ ഇത് കിട്ടിയില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ അത് വരാൻ വേണ്ടി കാത്തിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കി നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട് നോക്കി അത് കിട്ടുന്നില്ല, സൈറ്റ് എന്തെങ്കിലും ഹാങ് ഒക്കെ ആണ്, എന്നല്ലെങ്കിൽ ബ്ലോക്ക് ആയിട്ട് കിടക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക,
അതവിടെ വിട്ടേക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പോയിട്ടിരുന്ന് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് വന്ന് നോക്കി നോക്കാം. അതായത് നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം ഫുള്ള് പാഴാക്കി കളയരുത്. അത് കിട്ടുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പോയിട്ടിരുന്ന് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പോഴേക്കും നമ്മുടെ സൈറ്റ് ശരിയായിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ വേണം ചെയ്യാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ടെൻഷനും വേണ്ട എന്നുള്ളതാണ് മിസ്സിന് ആദ്യം തന്നെ പറയാനുള്ളത്. കാരണം പലർക്കും നീറ്റ് എക്സാം എന്താകും എന്നൊക്കെ ആലോചിച്ചിട്ട് ഓവർ സ്ട്രെസ് എടുക്കുന്ന ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ടായിരിക്കും. അപ്പോൾ മക്കളെ, ഓവർ സ്ട്രെസ് എടുക്കരുത്. നിങ്ങളെ കൊണ്ട് പരമാവധി പറ്റുന്ന, അതായത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് തന്നെ കാഴ്ചവെക്കാം. അതാണ് ഏറ്റവും വലിയ കാര്യം. ഓവർ സ്ട്രെസ്സായി പോകരുത്, അത് നമ്മുടെ എക്സാമിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഏറ്റവും മാക്സിമം നന്നായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ, അതായത് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് തന്നെയായിട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഭക്ഷണം ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ കഴിക്കുക. നമുക്ക് ഇനി എക്സാം വരാനായിട്ട് ഇനി അധികം സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എപ്പോഴാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരുന്നത് ആ സമയത്ത് കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ അടങ്ങുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക മറക്കാതെ. ഇത് കറക്റ്റായിട്ട് ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആ ബെൽ ബട്ടനൊക്കെ ഐക്കണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. ഓളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് എൻ്റെ കുട്ടികൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ പോലും മിസ്സാക്കരുത്. കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പഠിക്കാം കേട്ടോ.